വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് വായിക്കുന്നതും കേൾക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂറോപ്പിൽ ഭയങ്കരമായ കടുത്ത ചൂടാണ്, ഭയങ്കര ഹീറ്റ് വേവ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ ആ ന്യൂസൊക്കെ വായിക്കുമ്പോൾ ജർമ്മനി, ഇറ്റലി, UK, ഫ്രാൻസ്, ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ റോഡിൽ കുറേ പേര് മരണം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 80+ ആയിട്ടുള്ള ആൾക്കാർ 1300ഓളം മരണങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ആ റിപ്പോർട്ടിങ്ങനെ വായിക്കുമ്പോൾ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്ന സമയത്തൊക്കെ 41 to 42 എന്ന റെക്കോർഡാണ്. 41 to 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് 42 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ഞങ്ങൾ ഇവിടെ ഏപ്രിൽ മേലൊക്കെ എന്താ ചൂട് 43 44 ഒക്കെയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും പലർക്കും. ഇത് ഡൽഹി, നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഈ സമ്മറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ മനസ്സിലാക്കരുത്. നമ്മുടെ യൂറോപ്പിൽ എന്ന് പറയുന്നത് അത് തണുപ്പ് രാജ്യങ്ങളാണ്. അവരുടെ മൊത്തം സെറ്റപ്പ് തണുപ്പിനെയാണ് അവർ പ്രതിരോധിച്ചിരുന്നത്. അവിടെയാണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹീറ്റ് വേവ് വരുന്നത്. അപ്പം നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇതിനോടൊക്കെ അഡാപ്റ്റഡ് ആണ്. നമ്മൾ ഈ കൊടും ചൂട് 42-43 ഡിഗ്രി സമ്മറിൽ വരും, ജൂൺ ആയിക്കഴിഞ്ഞാൽ മഴ വരും, ഇങ്ങനെ ഒരു മാറിയിട്ടുള്ളൊരു കാലാവസ്ഥയൊക്കെ നമ്മളുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ, വീടാണെന്നുണ്ടെങ്കിലും റോഡാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ അനുസരിച്ചാണ് നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നോക്കി നോക്കൂ, നല്ല തണുപ്പുള്ള സ്ഥലത്ത് അവരുടെ റോഡുകളൊക്കെ തണുപ്പിനെ വിജയിച്ചിട്ടാണ്. അവിടെ ടാർ ഉരുകി എന്നാണ് പറയുന്നത്. നമ്മുടെ ടാറുകൾ എപ്പോഴെങ്കിലും ഉരുകിയിട്ടുണ്ടോ? കുഴി വരിക എന്നല്ലാതെ, മഴയത്ത് വരിക എന്നല്ലാതെ ഉരുകിപ്പോയി. അവിടെ ട്രെയിൻ നിർത്തി വെച്ചു. കാരണം റെയിലുകളൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതൊക്കെ ഇങ്ങനെ അകന്നു പോയി എന്നുള്ളതാണ്. അതേപോലെ വീടുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പായതുകൊണ്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് ഉള്ളിലേക്ക് വരണം, വീട്ടിലേക്ക് വരണം. കാരണം തണുപ്പല്ലേ, അപ്പോൾ അവർക്ക് ഉള്ളിലേക്ക് വരണം. അപ്പോൾ ചില്ലൊക്കെ ഇട്ടിട്ട് പക്ഷെ ഇപ്പം അതെന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഈ ഹീറ്റ് വേവ് സമയത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് കടുത്ത ചൂടാണ്. വീടിൻ്റെ ഉള്ളിൽ നിൽക്കാനേ പറ്റില്ല. അതേപോലെ AC-യും ഫാനൊന്നും ഇല്ല കുറേ സ്ഥലത്ത്, സദേൺ ഭാഗത്തൊന്നും ഇല്ല അത്രേ. അപ്പോൾ അവിടെയൊന്നും ജീവിക്കാനേ പറ്റില്ല. കിടന്ന് നെട്ടോട്ടോടുകയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്, വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് എന്ത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഇതാണ്, എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത്, ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പിന്നെ നമുക്ക് തന്നെ തോന്നിയിരുന്നു ഇത് അവിടെ, വേറെ നമുക്കൊരു തോന്നലുണ്ട് ഇത് അവിടെ സംഭവിച്ചതല്ലേ, ഇവിടേക്ക് ഇതൊന്നും വരില്ല. ഇതേപോലെ നമ്മൾ ഒരു ദിവസം ന്യൂസ് എടുത്ത് വായിച്ചപ്പോൾ ഇറാനും ഇസ്രയേലും കൂടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവരവിടെ കിടന്നിട്ട് ചെയ്തോട്ടെ, നമ്മുടെ അടുക്കളയെ ബാധിച്ചില്ലേ, ഇതേപോലെ തന്നെ ഇതും സംഭവിക്കും. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന കാലാവസ്ഥ വ്യതിയാനം അത് അവിടെയാണ് ഇന്നെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നമ്മളുടെയിലേക്കും അത് എത്തും. കാരണം കാലാവസ്ഥയ്ക്ക് രാഷ്ട്രീയമോ അവിടെ ലോക സമസ്ത എന്ന് തന്നെയാണ്. അവിടെ റീജിയണൽ ബൗണ്ടറീസ് ഒന്നും കാലാവസ്ഥയ്ക്കില്ല, ഇവിടേക്കും എത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം. നല്ല കടുത്ത ചൂട് വരുന്ന സമയത്ത് നമ്മുടെ ഭൂമിയെ ഇതായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, ഓസോൺ ലെയർ എന്ന് പറയും, ഓസോൺ പാളികളുണ്ട്. ഈ ഓസോൺ പാളികളിൽ എന്ത് സംഭവിക്കുന്നു? ഹോളുകൾ ഉണ്ടാവുന്നു. അതെന്തുകൊണ്ടാണ് ഹോളുകൾ ഉണ്ടാവുന്നത്? നമ്മുടെ ഇവിടുത്തെ മനുഷ്യൻ്റെ ചില ചെയ്തികളുണ്ട്. അതായത് ഫോസിൽ ഫ്യൂവൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോള്, ഡീസൽ, ഇങ്ങനെയുള്ള സാധനം, കോള്, കരി, ഇതൊക്കെ കത്തിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഈ ഓസോൺ പാളികളിൽ വിടവുകൾ വരിക. അപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ അതിശക്തമായിട്ട് നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഭയങ്കര ചൂടുണ്ടാവും. ഭയങ്കര ചൂട് വന്നാൽ എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? നമ്മൾ ഈ നേരത്തെ പറയുന്ന ഹിമാലയത്തിലേക്ക് മഞ്ഞുകളൊക്കെ ഉരുകും. ഈ മഞ്ഞൊക്കെ ഉരുകിയാണ്ടല്ലോ വെള്ളം കടാന്ന് വന്ന് പറയും, ഇത് ഫ്ലഡിലേക്ക് പോവും. ഇനി ചൂടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ ഞാനോ നിങ്ങളോ ഒക്കെ എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യേണ്ടി വരും. നമ്മളുടെ അടുക്കളയിൽ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇലക്ട്രിക്കിലേക്ക് നമ്മൾ മാറേണ്ട ഒരു കാലം വരും. കാരണം ഗവൺമെൻറ് അത് ചെയ്യാൻ തുടങ്ങും. കാരണം ഇത് നമ്മൾ ഓരോ മനുഷ്യൻ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ നോക്കി നോക്കൂ, ചെറിയൊരു ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കില്ലേ? അതൊക്കെ നമ്മൾ നിർത്തേണ്ടി വരും. പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇപ്പം എനിക്ക് തോന്നുക, നോക്കി നോക്കൂ, 100-200 ബസ്സുകൾ നിർത്താൻ പോവാണ് കേരളത്തിൽ. പബ്ലിക് ട്രാൻസ്പോർട്ട് നിർത്താൻ പോവാണ്. അവർക്ക് നഷ്ടമാണ്. അവർ നിർത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ജോലിക്ക് പോവാതിരിക്കുമോ? ഇല്ല, നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടികൾ എടുക്കാൻ തുടങ്ങും. അത്രയും വണ്ടികൾ നിരത്തിലിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും?
അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തോന്നിയ പോലെ മരം വെട്ടുക. നല്ല മരമായിരിക്കും, ഒരു ശല്യവും ചെയ്യാതെ അതവിടെ നിൽക്കുന്നുണ്ടാവും. ശല്യം ചെയ്യുന്ന മരങ്ങൾ ചിലപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും, ഇതൊന്നും വെട്ടാതെ. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത മരം വെറുതെ ഈ ഫ്ലക്സ് വെക്കാനും അത് വെക്കാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കളയുന്നത് നമ്മൾ കാണാം. ഇതൊക്കെ എന്താ, മരങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇതിലത്തെ വില്ലൻ. ആ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, എന്നിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ഗവൺമെൻറ്റും നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും, അതിനനുസരിച്ച് ഇനീഷ്യേറ്റീവ്സ് എടുക്കേണ്ടി വരും. അതിനോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് പോകേണ്ടി വരും. സോളാർ ഉപയോഗിക്കേണ്ടി വരും, വിൻഡ് ഇത് ഉപയോഗിക്കും. സോളാർ നോക്കി നോക്കൂ, എല്ലാവരും തയ്യാറാണ്. കേരളത്തിൽ ഒരുവിധ ആൾക്കാരും സോളാർ എടുക്കാൻ തയ്യാറാണ്. ഗവൺമെൻറ്റിൻ്റെ KSEBയുടെ കയ്യിൽ അതിനുള്ള കഴിവേ ഇല്ല, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി വാങ്ങിക്കാനുള്ള. അപ്പോൾ ഗവൺമെൻറ് ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ വക ഫ്യൂവൽസിലേക്കൊക്കെ കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. സോ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്ന് അവിടെയാണ്, നാളെ ഇതൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്, നമ്മളെയും തേടിയെത്തും. ഇതിനോട് ചേർത്ത് എനിക്ക് പെട്ടെന്ന് വന്നതാണ്, ഓർമ്മയിൽ വന്നതാണ്. ഇന്നാളെ നമ്മളൊരു ന്യൂസ് വായിച്ചു അല്ലേ, ഒരു റൈം നഴ്സറിന്നാണ് നമ്മളൊക്കെ സ്ഥിരം പറയുന്നതാ, റെയിൻ റെയിൻ ഗോ എവേ കം അഗെയിൻ അനദർ ഡേ. ഈ റൈം നിർത്തലാക്കാൻ തീരുമാനിച്ചു. ഇനി ഇത് കുട്ടികളെ, നഴ്സറി കുട്ടികളെ, അന്ന് ഞാൻ അത് വിചാരിച്ചപ്പോൾ ചോദിച്ചു, ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തിനാണ് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? പക്ഷെ ഞാൻ അതിൻ്റെ അടിയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചതും ഇപ്പം കൂടി കൂടിച്ചേരും. കാരണം നമ്മൾ പറയാണ്, ഒരു ചെറിയ പിഞ്ചുകുട്ടി പറയാണ്, മഴ തിരിച്ചു പോകൂ, എനിക്ക് കളിക്കണം എന്ന്. അപ്പം നമ്മുടെ ഈ ഏറ്റവും ചെറിയ ജനറേഷൻ്റെ ഉള്ളിൽ മഴ ഒരു വൃത്തികെട്ട, ജോണിയുടെ ഉള്ളിൽ എന്താ, മഴ തിരിച്ചു പോകണം എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എന്താ? നമ്മളൊക്കെ മഴയില്ലെങ്കിൽ എന്തിനാ പിന്നെ എന്ത് നടക്കുക? സോ അങ്ങനെയുള്ള റൈമുകൾ ശരി തന്നെയാണ്, എടുത്തു കളയേണ്ടത് തന്നെയാണ്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഇവിടെ ഇന്ത്യയിലുള്ള സമയത്ത് അവരെന്തുണ്ടാവുന്നു, അവരൊരു പണിയും ചെയ്യില്ല, അവർ കളിക്കാൻ പറ്റില്ല മഴയുണ്ടെങ്കിൽ. അവരുണ്ടാക്കിയ റൈംസൊക്കെ എന്ത് ചെയ്യട്ടെ, പോട്ടെ, മഴ നന്നായിട്ട് തന്നെ. അതേസമയം നമ്മുടെ നല്ല റൈമുകളുണ്ട്, കാക്കേ കൂടെ എവിടെ എന്നൊക്കെ ഉള്ളത്. അതിലൊക്കെ എന്താ നല്ല അർത്ഥങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. ശരി തന്നെയാണ്, ചില റൈംസൊക്കെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഇതിലേക്ക് കയറി വരണം. ഇനി വരുന്ന തലമുറയും കൂടി നമ്മളുടെയിലേക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സാധനത്തിനെ പേടിച്ചിരിക്കണം. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കാവും വിധം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, തടസ്സം ചെയ്യണം. ഗവൺമെൻറ്റും എല്ലാ NGOസും, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ്, അവർ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം അവർ ഒഴിവാക്കണം. അതിനവർ വേറൊരു വഴി തന്നെ കണ്ടുപിടിക്കണം. കാർബൺ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. സോ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ആ ഹീറ്റ് വേവ് വേഗം അവിടുത്തെ മാറട്ടെ, അവിടുത്തെ ആൾക്കാർ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ആ ഗവൺമെൻറ് അതിൻ്റേതായ രീതിയിലേക്ക് പോട്ടെ, നമ്മളും അലേർട്ടാവാം. താങ്ക് യു. മറക്കരുത്, ഇന്ന് ഞാൻ ഇങ്ങനൊരു ജനറൽ ഇതെടുക്കാൻ കാരണം തോന്നും നമുക്കിത് അവിടെയല്ല ഇവിടെ ഇല്ലല്ലോ എന്ന് തോന്നും, അതുകൊണ്ടാണ് അത് സംസാരിച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ബൈ.